என்ன தாலாட்டு? இது இதா தாலாட்டு? எனக்கு இப்படித்தான் தெரியும். இஷ்டம் இருந்தா கேளு, இல்லைன்னா நீயே பாடு. என்ன? சரி சரி பாடி தொலை. ആതിര അസലായി പാടി ആതിര. പാട്ടിന്റെ എനർജി ത്രൂ ഔട്ട് ദ സോങ് മെയിൻറ്റെയിൻ ചെയ്തു. ഒന്ന് ആദ്യം സാരി എന്നാണോ തുടങ്ങണേ? റെക്കോർഡിൽ അങ്ങനെയാണ് പാടുന്നത്. സാരി രാരിരോ എന്നാ പാടുന്നത്. ദെൻ ലിറിക്ക്, ഫസ്റ്റ് ചരണത്തിന്റെ ലിറിക്ക് കുറച്ച് അങ്ങിങ്ങ് മനസ്സിലായില്ല, ഒട്ടും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല മേലെ. സെക്കൻഡ് ചരണം ക്ലീൻ ആയിരുന്നു പാടിയതൊക്കെ.
അപ്പൊ മോൾക്ക് കുറച്ചൊന്നും എനിക്ക് ഒരു ചെറിയ സ്ട്രെയിൻ തോന്നി വോയിസിന്. അതൊന്ന് ക്ലിയർ ചെയ്യാൻ നോക്കുക. അത് എനിക്ക് വേണം ഓവർ പ്രാക്ടീസ് ചെയ്യരുത് മോള് കേട്ടോ. അതും ഇടയ്ക്ക് സെക്കൻഡ് ചാടാൻ തൊട്ടാണ് കുറച്ച് ഈ പാട്ടിന് അത് പ്രശ്നമില്ല. കാരണം അങ്ങനെ ഒരു എന്ന് പറയുന്നത് കുഴപ്പമില്ല. ബട്ട് ചെറിയ സ്ട്രെയിൻ തോന്നുന്നു. അത് ട്രെയിനറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അതും കൂടെ എങ്ങനെ മാറ്റാൻ പറ്റും മാക്സിമം ട്രൈ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ആതിര സൂപ്പർ. ആതിര ആ ഒറിജിനൽ പാടിക്കുന്ന ജാനകി അമ്മയുടെ ശരിക്കും എവ്രിതിങ്, എല്ലാ ഇമോഷനും വരുന്നത് ആ തൊണ്ടയിൽ മാത്രമാണ്. അതുപോലെയാണ്. ദാറ്റ്സ് വാട്ട് യു പെർഫെക്റ്റ്ലി ഇമിറ്റേറ്റഡ് ഹർ. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ആ ഡാൻസ് ഒക്കെ വളരെ ഗ്രേസ്ഫുൾ ആയിരുന്നു ഇടയ്ക്ക് ചെയ്തത്. അതെന്താ നിർത്തിയത് പിന്നെ പാടാനായിട്ടല്ലേ? ഇതിന് പറ്റിയതായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ആ ഒരു എന്താ പറയുന്നത്, വേണമല്ലേ സ്റ്റെപ്സ് കാണിക്കാൻ കുറച്ചും കൂടെ. അങ്ങനല്ല, മറ്റേ ഭയങ്കര സ്ലോ ആകുമ്പോ എങ്ങനെ കളിക്കുന്നത്. ഓ മൈ ഗോഡ്. പക്ഷേ ഇത് നേരത്തെ അറിഞ്ഞെങ്കിൽ രാജസ്ഥാന്റെ അടുത്ത് പറയാറ്. 180 ഒരു ബീറ്റ് ഇട്ട് കൊടുക്കുക. 180 മതിയാണോ? അത് മതിയാവും തൽക്കാലം. 180. ഡാൻസിങ് വളരെ നാച്ചുറൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കാമല്ലോ. ഓക്കെ, ഗുഡ്, വെരി വെരി ഗുഡ്. നന്നായിരുന്നു ആതിര. പിന്നെ ഇങ്ങനത്തെ ആരാട്ട് പാടിയാലും അത് ആരാട്ട് വെക്കുന്ന കുഞ്ഞ് 5 വയസ്സിൽ ഐറ്റം ഡാൻസ് ചെയ്യും കേട്ടോ. പിന്നെ മോളെ ലിറിക്ക് ചേച്ചി പറഞ്ഞ പോലെ ലിറിക്ക് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടില്ല. പിന്നെ മോള് കുറേയും കൂടെയൊക്കെ കറക്റ്റ് ചെയ്യണം. ആരെങ്കിലും തമിഴ് അറിയാവുന്ന ആളുടെ കണ്ടുപിടിച്ചിട്ട്. അതിനും ആരായിരുന്നു? പരമഗുരു ആയിരുന്നു ഗുരു. നന്നായിട്ടാണ്. കാര്യം ക്ലാരിറ്റി ഇല്ലെങ്കിൽ കാര്യം ഈ താരാട്ട് ഭർത്താവിന് വേണ്ടി പാടുന്നതാണ്. അപ്പോൾ ഈ കാര്യം മോള് പറയുന്ന ഒരു കാര്യം അങ്ങേർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ഈ പാട്ടുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതായിപ്പോവും കേട്ടോ. അപ്പോൾ അതും കൂടെ ചെറുതാണ്. പിന്നെ ഈ സാപം എന്ന് പാടി നിർത്തിയപ്പോൾ ഫസ്റ്റ് ചരണം കഴിഞ്ഞിട്ട് മൂക്ക് വല്ലാണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങനെ വരാണ്ട് നോക്കണം തൊണ്ട. ഭയങ്കര സ്ട്രെയിൻ ആവും പിന്നെ. അപ്പോൾ ടോട്ടലി എന്താ പറയേണ്ടത്, നല്ല ഒരു രസമുള്ള ഒരു പാട്ടായിരുന്നു. മോള് നന്നായിട്ട് പാടി. പിന്നെ പരമഗുരുവിൻ്റെ നന്നായിരുന്നു. അത് ആദ്യത്തെ ഒന്ന് പറയും. എന്താണ് പറഞ്ഞത്? என்ன தாலாட்டு இதுவா தாலாட்டு? எனக்கு இப்படித்தான் தெரியும். இஷ்டம் இருந்தா கேளு, இல்லைன்னா நீயே பாடு. சரி சரி, பாடி தொலை. ക്യാ ബാത്. അതൊരു അവസാനത്തെ എഫക്റ്റിനും കൂടെ അയ്യോ അമ്മ എന്നുള്ളത് അതുകൂടെ കേൾക്കണം. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. கண்ணை திறக்கணும் சாமி, ஐயோ கைய பிடிக்கணும் சாமி, எம்மா கண்ணை திறக்கணும் சாமி, கைய பிடிக்கணும் சாமி. ஐயோ സൂപ്പർ, കൊള്ളാം. എന്തൊക്കെയാലും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഓക്കെ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. അപ്പോ നമുക്കിനി ഈ സ്കോർസ് അറിയാം. ഓക്കെ അത്ര. ശ്രീനിസ, $27.5 on 30. സുജാ ചേച്ചി 27.5 on 30 again. Thank you, ma'am. And Sharad sir 27 on 30. Thank you, sir. On 90, 82 marks ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഓവറോൾ പെർഫോമൻസിന് ജഡ്ജസ് എത്ര മാർക്കാണ് 10 നൽകിയിരിക്കുന്നത് നോക്കാം. മാത്രയ്ക്ക് 8 on 10 and your overall score on 100 is 90. Thank you. പുതിയ തലമുറയ്ക്ക് സംഗീതത്തിൽ ഒരുപാടധികം സംഭാവന നൽകിയിട്ടുള്ള ഒരു സംഗീത സംവിധാനം